നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി നിരന്തരം അംഗത്തിലായിരുന്ന റോബിൻ ബസ് വീണ്ടും അംഗത്തിനൊരുങ്ങുന്നു. ഈ കുറി KSRTCയെ വെല്ലുവിളിക്കാനാണ് റോബിൻ ബസിന്റെ നീക്കം. KSRTC പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസിന്റെ മുൻപിൽ ഓടാൻ തന്നെയാണ് ഇപ്പോൾ ബസിന്റെ ശ്രമം. പുലർച്ചെ 4:30-നാണ് KSRTC കോയമ്പത്തൂർ സർവീസ് പുറപ്പെടുന്നത്. ഈ KSRTCക്കും പണി കൊടുക്കുന്ന വിധത്തിൽ പുലർച്ചെ 4 മണിക്ക് ഇവർ സർവീസ് നടത്താൻ തീരുമാനിക്കുന്നു. റോബിൻ ബസ് ഫെബ്രുവരി 1 മുതൽ പത്തനംതിട്ടയിൽ നിന്ന് 4 മണിക്ക് കോയമ്പത്തൂരിലേക്ക് പുറപ്പെടുമെന്നാണ് സൂചന. റോബിൻ ബസ് അതിനുള്ള ഒരുക്കമാണ് നടത്തുന്നതെന്ന് ഉടമ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം സർവീസ് അടൂരിലേക്ക് നീട്ടുന്നുമുണ്ട്. പുലർച്ചെ 3:30-ന് അടൂരിൽ നിന്ന് പുറപ്പെടുന്ന ബസ് റാന്നി, എരുമേലി, തൃശൂർ, പാലക്കാട് വഴി രാവിലെ 10:30-ന് കോയമ്പത്തൂരിലെത്തും. അവിടെ നിന്ന് വൈകിട്ട് 6-ന് പുറപ്പെട്ട് പുലർച്ചെ 1-ന് അടൂരിലെത്തും. നിലവിൽ KSRTCക്ക് നിരവധി പരാധീനതകളുണ്ട്. ഇതെല്ലാം മുതലെടുക്കുക തന്നെയാണ് റോബിൻ ബസിന്റെ ശ്രമം. KSRTC കോയമ്പത്തൂർ സർവീസിന് ഉപയോഗിക്കുന്ന AC ലോ ഫ്ലോർ ബസ്സുകൾ തുടർച്ചയായി വഴിയിൽ കടന്നിട്ടും അവ മാറ്റി പുതിയ ബസ് അനുവദിക്കാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല. കൂടാതെ പുതിയ AC ബസ്സുകളൊന്നും തന്നെ KSRTCയുടെ പക്കലില്ല താനും. ബ്രേക്ക് തകരാറ്, എഞ്ചിൻ തകരാറ് എന്നീ പ്രശ്നങ്ങൾ കാരണം പാതി വഴിയിൽ സർവീസ് മുടങ്ങുന്നതിന് പരിഹാരം പുതിയ ബസ്സുകൾ മാത്രമാണ്. കോയമ്പത്തൂരിലേക്ക് KSRTCക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള 3 സർവീസിനും നല്ല കളക്ഷനുമുണ്ട്. പുതിയ ബസ്സിനായി കത്തെഴുതിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. ഇതിനിടെയാണ് ഈ ബസ്സിന് വിനയാകുന്ന വിധത്തിൽ റോബിൻ ബസിന്റെ രംഗപ്രവേശം. അതേസമയം KSRTCയുടെ മുൻപിൽ സർവീസ് നടത്താനുള്ള തീരുമാനം മത്സരമല്ലെന്നാണ് റോബിൻ ബസ് ഉടമ ഗിരീഷ് പറയുന്നത്. യാത്രക്കാരുടെ ആവശ്യമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാവിലെ നേരത്തെ കോയമ്പത്തൂരിലെത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വൈകിട്ട് നേരത്തെ പുറപ്പെടുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കോയമ്പത്തൂരിലെ ആവശ്യങ്ങൾ തീർത്ത് 6 മണിയോടെ തിരികെ പുറപ്പെടണമെന്ന നിർദ്ദേശം സ്വീകരിച്ചാണ് സമയമാറ്റം. പത്തനംതിട്ടയിൽ രാത്രി സർവീസ് അവസാനിപ്പിക്കുമ്പോൾ തുടർ യാത്രാ സൗകര്യമില്ലാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണെന്ന് MC റോഡുമായി ബന്ധിപ്പിക്കാൻ അടൂരിലേക്ക് നീട്ടുന്നതെന്നും ഗിരീഷ് പറയുന്നു. വൈകാതെ റെഡ് ബസിന്റെ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലും റോബിൻ ബസ് ലഭ്യമാകും. MVDയുമായി ഉണ്ടായ നിരന്തരമായ പോരാട്ടത്തിനൊടുവിലാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നത്. പലതവണ ബസ്സിനെതിരെ MVD നടപടി സ്വീകരിച്ചു. എന്നിട്ടും പിന്മാറാതെ മുന്നോട്ട് പോവുകയാണ് ബസ് ഉടമ. അതിനിടെ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരിശോധനയ്ക്കും ബസ് പിടിച്ചെടുക്കലിനുമെതിരെ റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. കോടതിയലക്ഷ്യ ഹർജിയുമായാണ് റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിലെത്തിയത്. ഉടമയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഗതാഗത സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിയമപരമായി സർവീസ് നടത്തുകയാണ് ചെയ്യുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയിട്ടും പരിശോധനയുടെ മറവിൽ പീഡനം അനുഭവിക്കുകയാണെന്നാണ് ബസ് ഉടമ ബേബി ഗിരീഷ് കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന എന്ന പേരിൽ നിയമപരമായി സർവീസ് നടത്തുന്നതിനെ തടയാനും ബുദ്ധിമുട്ടിക്കാനും ലക്ഷ്യമിടുന്നുവെന്നും ഗിരീഷ് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പും ബസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് കോടതി ഉത്തരവ് മുഖേനയാണ് ബസ് പുറത്തിറക്കിയത്. നിയമപരമായി സർവീസ് പുനരാരംഭിച്ചപ്പോഴും പരിശോധനകളുമായി മോട്ടോർ വാഹന വകുപ്പ് ബസ്സിനെ പിന്തുടരുകയാണെന്ന് ബസ് ഉടമ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് പ്രധാന പരാതിയായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്.